ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിന് അധികാരം നൽകുന്ന നിയമ ഭേദഗതി ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ബാങ്കുകളുടെ പകൽ കൊള്ളയ്ക്കെതിരെ യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ. നഗരവീഥികളെ കൃഷ്ണഗാഥകളിൽ അലിയിച്ച് ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നിശ്ചല ദൃശ്യങ്ങളും. സാങ്കേതിക യുഗത്തിലെ സാഹിത്യം അനുവാചക സമൂഹത്തെ വിസ്തൃതമാക്കുന്നുവെന്ന് കവി പി കെ ഗോപി. ഗ്രന്ഥശാലകളിൽ ഉയർത്തുന്ന പതാകയെയും ദേശീയ പതാകയെ പോലെ തന്നെ നാം ബഹുമാനിക്കണമെന്ന് സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ആളുകളെ ആക്രമിക്കുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിന് അധികാരം നൽകുന്ന നിയമ ഭേദഗതി ബില്ല് നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. കോഴിക്കോട്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ഈ വന്യജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള അവകാശം വെടിവെച്ച് കൊല്ലണമെങ്കിൽ ഇപ്പോൾ ആ വ്യവസ്ഥ പ്രകാരം കേന്ദ്ര ഗവൺമെന്റ് പലപ്പോഴും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ടെന്നായിരുന്നു. അധികാരം 11ാം വകുപ്പ് നൽകുന്നുണ്ടെങ്കിലും അതിലെ നിബന്ധനകളും സർക്കുലറുകളും നിർദ്ദേശങ്ങളും വളരെയേറെ പ്രയാസമുള്ള നിർദ്ദേശങ്ങളും അപ്രായോഗികമായ നിർദ്ദേശങ്ങളുമായിരുന്നു. അതുകൊണ്ട് തന്നെ കാലതാമസം ഉണ്ടാവുകയും ജനങ്ങളുടെ രോഷത്തിന് സർക്കാർ ഇരയാവുകയും പ്രശ്നം പരിഹരിക്കപ്പെടാതെ നീണ്ടുപോവുകയും ചെയ്യുന്ന ദുസ്ഥിതിയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഇന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് കൊടുത്ത അധികാരത്തിന്റെ ഉദ്ദേശശുദ്ധി അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് നിബന്ധനകളിൽ ഇളവ് വരുത്തിക്കൊണ്ട് അവിടെയാണ് നമ്മൾ ചെയ്തത്. നിബന്ധനകളിൽ ഇളവ് വരുത്തുകയാണ്. ഏറ്റവും വേഗത്തിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് വരും? ഡിസാസ്റ്റർ ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ജില്ലാ കളക്ടർമാർക്ക് അതാത് ഘട്ടത്തിൽ ആവശ്യമായ ഉത്തരവുകൾ നടത്താൻ ഉത്തരവുകൾ ഇറക്കാൻ അധികാരമുണ്ട്. ആ ഉത്തരവ് പ്രകാരം വന്നാൽ ചടുലമായ വേഗത്തിൽ അത് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബാങ്കുകളുടെ പകൽ കൊള്ളയ്ക്കെതിരെ യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ. ബാങ്കുകൾ ഇടപാടുകാരിൽ നിന്നും കവർന്നെടുക്കുന്ന വിവിധ ചാർജുകളുടെ വ്യാപ്തി വലുതാണെന്നും ഈ കൊള്ള അവസാനിപ്പിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നമ്മുടെ പുതിയ റിസർവ് ബാങ്കിന്റെ പ്രഖ്യാപന പ്രകാരം മിനിമം ചാർജസ് ഇല്ലാത്തതിന്, മിനിമം ബാലൻസ് വെക്കാത്തതിന് ചാർജുകൾ ഈടാക്കേണ്ടതില്ല എന്നുള്ള ഒരു ആഹ്വാനം വന്നിട്ടുണ്ടെങ്കിലും റിസർവ് ബാങ്കിന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന ആ ഒരു സ്ട്രാറ്റജി അത് ഒരിക്കലും നമ്മുടെ പ്രൈവറ്റ് ബാങ്കിന് സ്വീകാര്യമാകുന്നില്ല എന്നുള്ളതാണ് വേറൊരു വസ്തുത. സ്വാഭാവികമായ എല്ലാ കാര്യത്തിലും റിസർവ് ബാങ്കിന്റെ അണ്ടറിലാണ് എല്ലാ ബാങ്കുകളും, പ്രൈവറ്റ് ബാങ്കുകളും അടക്കം അവരുടെ നിയമത്തിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ പ്രൈവറ്റ് ബാങ്കിന് ഒരു സിസ്റ്റവും നാഷണലൈസ്ഡ് ബാങ്കിനും വേറൊരു സിസ്റ്റവും ആ ഒരു രീതിയാണ് കാലങ്ങളായിട്ട് അവലംബിച്ചു വരുന്നത്. ഇടപാടുകാരായ ഉപഭോക്താക്കളിൽ നിന്നും ബാങ്കുകൾ സൗജന്യമായി നൽകേണ്ട സേവനങ്ങൾക്ക് കൗണ്ടിംഗ് ചാർജസ്, ഹാൻഡ്ലിംഗ് ചാർജസ്, ഫോളിയോ ചാർജസ്, സർവീസ് ചാർജസ്, SMS ചാർജസ് എന്നീ ഓമന പേരുകൾ നൽകിയാണ് പണം ചോർത്തിയെടുക്കുന്നതെന്ന് യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ ഭാരവാഹികൾ പറഞ്ഞു. മിനിമം ബാലൻസ് ഇല്ലാതെ വരുന്ന സാഹചര്യം മുതലാക്കി വീണ്ടും ഫൈൻ ഈടാക്കുകയും ചെയ്യുന്നു. സാമ്പത്തിക ഇടപാടുകൾ ബാങ്കുകൾ മുഖാന്തരം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സർക്കാരിനും ബാങ്കുകൾക്ക് മാർഗനിർദ്ദേശവും ആവശ്യമായ നിയന്ത്രണവും ഏർപ്പെടുത്തി മോണിറ്റർ ചെയ്യേണ്ട റിസർവ് ബാങ്കിനും ഇക്കാര്യത്തിൽ തിരിച്ചറിവുണ്ടാകാനും ഫലപ്രദവും കാര്യക്ഷമവുമായ നടപടികൾ സ്വീകരിച്ച് ബാങ്കുകളുടെ പ്രവർത്തനത്തിൽ നീതി ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് സെപ്റ്റംബർ 16-ന്
യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എറണാകുളം ശാഖയിലേക്ക് വ്യാപാരികളുടെ പ്രതിഷേധ മാർച്ചും ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണയും സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് TPA ഷെഫീഖ്, സെക്രട്ടറി അലി ഐന, വൈസ് പ്രസിഡന്റ് കോയട്ടി മാളിയേക്കൽ, അബ്ദുൾ ലത്തീഫ്, ജോയിന്റ് സെക്രട്ടറി സഫുള്ള ഖാൻ, അബ്ദുൾ റസാഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നഗരവീഥികളെ കൃഷ്ണഗാഥകളിൽ അലിയിച്ച് ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നിശ്ചല ദൃശ്യങ്ങളും. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകൾ നടന്നു. വർണ്ണശബളമായ ശോഭായാത്ര കാണാനും നിരവധി പേർ എത്തി. കോഴിക്കോട് നഗരത്തിലെ പ്രധാന ശോഭായാത്ര ശ്രീകണ്ഠേശ്വര ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ചു. നഗരത്തിലെ എല്ലാ ശോഭായാത്രകളും സംഗമിച്ച് മുതലക്കുളത്ത് സമാപിച്ചു. ചേവായൂർ, കോവൂർ, കാരപ്പറമ്പ്, കിഴക്കുമുറി, കിരാലൂർ, വേങ്ങേരി, പാറോപ്പടി, ഫറോക്ക്, രാമനാട്ടുകര, അരീക്കാട്, ബേപ്പൂർ തുടങ്ങിയ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ശോഭായാത്രകൾ നടന്നു. ബാലഗോകുലം വേങ്ങേരി ഉപനഗരം ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര കൂറ്റഞ്ചേരി ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച തണ്ണീർപ്പന്തൽ ശിവങ്കൽ ക്ഷേത്ര പരിസരത്ത് അമ്പാടിയിൽ സമാപിച്ചു. ആഘോഷ പ്രമുഖ് സുജേഷ് KR, കാര്യദർശി പ്രസാദ് M, സുരേഷ് സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബേപ്പൂർ നഗർ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ബേപ്പൂർ വീരപഴശ്ശി, ഇരട്ടച്ചിറ ശ്രീ ദുർഗ, ഗോദീശ്വരം വിവേകാനന്ദ, വെള്ളായിക്കോട്ട് ശിവജി, കക്കാടത്ത് ജ്ഞാനേശ്വരം, കൽക്കുന്നത്ത് ശിവശക്തി, തോണിച്ചിറ കട്ടിക്കാളി, മനയത്ത് പാഞ്ചജന്യം, കയ്യെടുത്തോട് നന്ദനം, കൈതവളപ്പ് കൃഷ്ണകൃപ, സാഗരസരണി ഭക്തമീര, തമ്പുരാമ്പടി, സാഗരസരണി വ്യാസപുരി, മാറാട് ശ്രീ ഗുരുജി, മാറാട് ബീച്ച് പാർത്ഥസാരഥി, മാറാട് ജാൻസി പാഞ്ചാലി, നടുവട്ടം വായനശാല, പാൽക്കമ്പനി ഗോപുരം ക്ഷേത്രം, മാത്തോട്ടം ഭദ്രദീപം, അരക്കിണർ ഗായത്രി, നടുവട്ടം സൗപർണിക, മാത്തോട്ടം വാസുദേവ, നടുവട്ടം മങ്ങന്ത്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രാദേശിക ശോഭായാത്രകൾ മീഞ്ചന്ത തിരുവച്ചിറ ക്ഷേത്രത്തിൽ സംഗമിച്ച് മഹാശോഭായാത്രയായി ബേപ്പൂർ BC റോഡ് LP സ്കൂളിൽ സമാപിച്ചു. വിവിധ മേഖലയിൽ അതത് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ശോഭായാത്രകൾ നടന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്കു ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Milma ice cream, friends in that flavors. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMH ൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061122266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
സാങ്കേതിക യുഗത്തിലെ സാഹിത്യം അനുവാചക സമൂഹത്തെ വിസ്തൃതമാക്കുന്നുവെന്ന് കവി PK ഗോപി. 100 ചെറു കവിതകളുടെ സമാഹാരമായ പീലിക്കുള്ളിലെ പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധിയുടെയും നവമാധ്യമങ്ങളുടെയും പുതിയ കാലത്ത് സാഹിത്യത്തിന്റെ ആശയ സ്വീകരണത്തിലും ഭാഷാ വിനിയോഗത്തിലും ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ വന്നുവെന്നും പുതുമുറ എഴുത്തുകാർ അതിനൊത്ത ഒരു അനുവാചക സമൂഹത്തെ സൃഷ്ടിക്കുന്നുണ്ടെന്നും കവിയും ഗാനരചയിതാവുമായ PK ഗോപി അഭിപ്രായപ്പെട്ടു. യുവകവി ലാസ് കാലിക്കറ്റിന്റെ 3ാമത് കൃതി 100 ചെറുകവിതകളുടെ സമാഹാരമായ പീലിക്കുള്ളിലെ പുസ്തകം പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യാതൊരു മാനദണ്ഡത്താലും അളക്കാൻ കഴിയാത്ത അനുഭൂതികളുടെ സംഗമധാര സ്വന്തം രക്തത്തിൽ ഒഴുകുന്ന ചിലരുണ്ട്. അവരോടൊപ്പം ഒരാൾ കൂടി ലാസ് കാലിക്കറ്റ്. അളകാപുരി ഹോട്ടൽ കാർത്തിക ഹാളിൽ നടന്ന പ്രകാശന ചടങ്ങിൽ കവി വീരാൻകുട്ടി ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ആഗോള ഗ്രാമത്തിലെ പൗരന്മാരാകുന്ന പുതുതലമുറയുടെ അനുഭവ ലോകങ്ങൾ വ്യത്യസ്തമെങ്കിലും പുതുകവികൾ രചനകളിൽ പുലർത്തുന്ന വീക്ഷണ വിസ്തൃതിയും വ്യാപന സാധ്യതയും ഒപ്പം മിനിമലൈസേഷനും ലാസ് കാലിക്കറ്റ് ഉൾപ്പെടെയുള്ളവരുടെ രചനകളിൽ പ്രകടമാണെന്ന് വീരാൻകുട്ടി സൂചിപ്പിച്ചു. മാധ്യമപ്രവർത്തകനും ഗ്രന്ഥകാരനുമായ KF ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കഥാകാരി KP സുധീര ആശംസാ പ്രസംഗം നടത്തി. സംസ്ഥാന ഹയർ സെക്കൻഡറി സ്കൂൾ യുവജനോത്സവത്തിൽ 2 വർഷങ്ങളിൽ തുടർച്ചയായി മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട യദു കൃഷ്ണറാം പീലിക്കുള്ളിലെ പുസ്തകം എന്ന പോക്കറ്റ് ബുക്കിന്റെ അകംപുറം ആസ്വാദനം അവതരിപ്പിച്ചത് സദസ്സിനെ ഏറെ ആകർഷിച്ചു. പലയിടങ്ങളിൽ പല മട്ടിൽ വിദ്യാഭ്യാസവും ജീവിതവും ക്രമീകരിക്കേണ്ടി വരുന്ന പ്രവാസി മലയാളി കുട്ടികളുടെ സാഹിത്യ ഇടപെടലിന്റെ പരിമിതികളും സാധ്യതകളും പ്രതിപാദിക്കുന്നതായിരുന്നു ലാസ് കാലിക്കറ്റിന്റെ മറുപടി പ്രസംഗം. സംഘാടക സമിതി ചെയർപേഴ്സൺ അൻവർ കുനിമ്മൽ ആമുഖ പ്രസംഗം നടത്തി. സുധീർ AL ആലപ്പുഴയുടെ സോളോ സംഗീത വിരുന്നും ചടങ്ങിന് മാറ്റുകൂട്ടുന്നതായി. ഇൻസൈറ്റ് പബ്ലിക്കയാണ് പീലിക്കുള്ളിലെ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗ്രന്ഥശാലകളിൽ ഉയർത്തുന്ന പതാകയെയും ദേശീയ പതാകയെ പോലെ തന്നെ നാം ബഹുമാനിക്കണമെന്ന് സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ. ഗ്രന്ഥശാലാ ദിനത്തിൽ ദർശനം സാംസ്കാരിക വേദി നടത്തിയ കരോക്കെ ഗാനാലാപന മത്സരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്രന്ഥശാലാ ദിനത്തിൽ ദർശനം സാംസ്കാരിക വേദിയുടെ 30ാം വാർഷികത്തിന്റെ ഭാഗമായി കരോക്കെ ഗാനാലാപന മത്സരം നടത്തി. പ്രശസ്ത സാഹിത്യകാരനും മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് അസിസ്റ്റന്റ് എഡിറ്ററുമായ സുഭാഷ് ചന്ദ്രൻ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി എന്ന ഗാനം ആലപിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ദേശീയ പതാകയെ സല്യൂട്ട് ചെയ്യുന്നത് പോലെ ഗ്രന്ഥശാലകളിൽ ഉയർത്തുന്ന പതാകയെയും ബഹുമാനിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി MT ശിവരാജൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം PK ശാലിനി, സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻമാരായ MA ജോൺസൺ, K കുഞ്ഞാലി, സഹീർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സെപ്റ്റംബർ 20-ന് മെഗാ പരിപാടിയിൽ പ്രസീത ചാലക്കുടിയും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും മറ്റ് കലാരൂപങ്ങളും ഉണ്ടായിരിക്കുമെന്ന് ദർശനം പ്രസിഡന്റ് P സിദ്ധാർത്ഥൻ അറിയിച്ചു. പരിപാടിയിൽ ജനറൽ കൺവീനർ സതീശൻ കൊല്ലക്കൽ, പ്രോഗ്രാം കൺവീനർ B ഹരികൃഷ്ണൻ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എഞ്ചിനീയർ T അബ്ദുൾ മജീദിന് സ്നേഹാദരമൊരുക്കി സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ജീവനക്കാരും. സ്നേഹസംഗമം 2025 ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിനകത്തും പുറത്തും കെട്ടിട നിർമ്മാണ രംഗത്ത് 52 വർഷം സ്തുത്യർഹ സേവനം നൽകിയ കോഴിക്കോട് തിരുവണ്ണൂർ സ്വദേശി എഞ്ചിനീയർ T അബ്ദുൾ മജീദിന് അദ്ദേഹത്തിന്റെ സ്ഥാപനമായ അബ്ദുൾ മജീദ് അസോസിയേറ്റ്സിൽ നിന്നും പിരിഞ്ഞുപോയ ജീവനക്കാരും കോൺട്രാക്ടർമാരും തൊഴിലാളികളും ചേർന്നാണ് സ്നേഹാദരവ് നൽകിയത്. സ്നേഹസംഗമം 2025 എന്ന പരിപാടിയിൽ കൺവീനർ EM കോയ അധ്യക്ഷത വഹിച്ചു. പരിപാടി ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അബ്ദുൾ മജീദിനെ അദ്ദേഹം പൊന്നാടയണിയിച്ച് ആദരിച്ചു. സത്യത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യന് കേൾക്കേണ്ടത് കേൾക്കാതെ പോവുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കുറ്റകരമായ ഒരു കാര്യമാണ്. നമ്മുടെ ഞാനടക്കമുള്ള മലയാളികളുടെ ഒരു പ്രത്യേകത നല്ലത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.
എന്താണ് കുറ്റം പറയാൻ കിട്ടുന്ന അവസരം അത് ചൂണ്ടിക്കാണിക്കും. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ, റിട്ടയർഡ് പ്രൊഫസർ ചന്ദ്രാകരൻ, ലെൻസ് ഫെഡ് മുൻ ഭാരവാഹികളായ എഞ്ചിനീയർ കെ സലീം, എഞ്ചിനീയർ മുഹമ്മദ് കോയ, കെ എം ഗണേശൻ വെള്ളിപ്പറമ്പ്, തിരുവണ്ണൂർ ബാലകൃഷ്ണൻ, ബിജു കെ മുക്കം തുടങ്ങിയവർ സംസാരിച്ചു. ട്രഷറർ കെ വി രവി, ചെയർമാൻ ഫൈസൽ ചെല്ലത്ത് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ചായ വിളി തുടങ്ങി. ചായ ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. Bobby Chamanur International Jeweler. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061112266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ 75-ാം വാർഡിലെ ചെട്ടിക്കുളം പൂതംകുറ്റി റോഡ് ഗതാഗത യോഗ്യമായി. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. പുതിയ ഡ്രൈനേജിന്റെ ഉദ്ഘാടനവും മേയർ നിർവഹിച്ചു. വിഭിന്ന സേവാ പുരസ്കാരം നേടിയ ഹരീഷ് മാസ്റ്ററെയും ചടങ്ങിൽ ആദരിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ 75-ാം വാർഡ് ചെട്ടിക്കുളം പൂതംകുറ്റി നവീകരിച്ച റോഡിന്റെയും പുതിയ ഡ്രെയിനേജിന്റെയും ഉദ്ഘാടനം നടന്നു. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷന് നമുക്ക് കൊടുക്കാവുന്ന ഫണ്ടില് എല്ലാ വാർഡുകളിലേക്കും ഒരേ എമൗണ്ട് ആണ് കൊടുക്കുക. 50 ലക്ഷം ആദ്യം. ഈ വർഷം 1 കോടി രൂപയാണ് ഒരു വാർഡിലേക്ക് കോർപ്പറേഷൻ കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും തുല്യമായി കൊടുത്തത്. എന്നോട് ആരോ ചോദിച്ചു, എന്തിനാണ് ഇത്ര അധികം ഫണ്ട് ആ വാർഡിൽ കൊടുത്തത്? ഞാൻ പറഞ്ഞു, അവിടെ അധികം ഫണ്ട് കൊടുത്തിട്ടല്ല, അവിടെയുള്ള കൗൺസിലർ വളരെ നന്നായി ഇടപെടുകയും കോൺട്രാക്ടർമാരോടൊക്കെ നന്നായി പെരുമാറുകയും കോൺട്രാക്ടർക്ക് അത്യാവശ്യം വന്ന കടം കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, ഭംഗിയായി ആ ജോലികൾ പൂർത്തിയാക്കി. അല്ലാത്തവർക്ക് ചിലപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അല്ലാതെ ഫണ്ട് അധികം കൊടുത്തത് കൊണ്ടല്ല എന്ന് പറഞ്ഞു. 2025 ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്ര ഭാഷാവേദിയുടെ 17ാമത്തെ വിഭിന്ന സേവാ പുരസ്കാരത്തിന് അർഹനായ കോഴിക്കോട് നടക്കാവ് SSKയിലെ BPO ഹരീഷ് മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു. വാർഡ് കൗൺസിലർ VK മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. റോഡ് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ V ജിതേഷ് സ്വാഗതം പറഞ്ഞു. വാർഡ് കൺവീനർ K നിഷ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ OK ശ്രീലേഷ്, രാജേന്ദ്രൻ മാസ്റ്റർ, VV ഖാദർ എന്നിവർ ആശംസയും പറഞ്ഞു. റോഡ് നിർമ്മാണ കമ്മിറ്റി കൺവീനർ റോഷൻ ലാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, എലത്തൂർ. പെരുവയലിൽ കേരളോത്സവത്തിന് തുടക്കമായി. ക്രിക്കറ്റ് മത്സരങ്ങളോടെയാണ് ഉത്സവം ആരംഭിച്ചത്. പെരുവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. പെരുവയൽ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് ക്രിക്കറ്റ് മത്സരത്തോടെ തുടക്കം. പെരുവയൽ സെന്റ് സേവിയേഴ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ പ്രസിഡന്റ് സുബിത തോട്ടഞ്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PK ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P സുഹറ, അനീഷ് പാലാട്ട്, ഷാഹിന സലാം, മെമ്പർമാരായ P അനിത, കരുപ്പാൽ അബ്ദുൾ റഹ്മാൻ, പ്രസീദ് കുമാർ, വിനോദ് എളവന, ഉനൈസ് അരീക്കൽ, യാസർ അറഫാത്ത് എന്നിവർ സംസാരിച്ചു. ഓഗസ്റ്റ് 13-ന്
ഷട്ടിൽ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ, സിംഗിൾ, രചനാ മത്സരങ്ങൾ എന്നിവ നടന്നു. 16-ന് ചെസ് ഗ്രാമപഞ്ചായത്ത് ഹാളിലും, 17-ന് പഞ്ചഗുസ്തി പൂവാട്ടുപറമ്പിലും, 18-ന് നീന്തൽ പെരുവായിൽ കുളത്തിലും, 20-ന് കലാമത്സരങ്ങൾ പെരുവായിൽ വെറ്റ്ലാൻഡ് ഓഡിറ്റോറിയത്തിലും, 21-ന് അത്ലറ്റിക്സ് പെരുവായിൽ സ്കൂൾ ഗ്രൗണ്ടിലും, 27, 28, 29 തീയതികളിൽ ഫുട്ബോൾ കൊണാറം സ്റ്റേഡിയത്തിലും നടക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ പോലീസ് സ്റ്റേഷൻ കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നു. 6 മാസത്തിനകം നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആധുനിക സൗകര്യങ്ങളോടെ സ്റ്റീൽ സ്ട്രക്ചറിലാണ് ഇരുനില കെട്ടിടം പൂർത്തിയാക്കുന്നത്. പോലീസ് സ്റ്റേഷൻ കെട്ടിട നിർമ്മാണത്തിന് അതിവേഗം 1-ാം നിലയുടെ കോൺക്രീറ്റ് പൂർത്തിയായ കെട്ടിടത്തിൽ ഇരുമ്പ് സ്ട്രക്ചറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുമർ ഭിത്തിയുടെ പ്രവൃത്തി പുരോഗമിക്കുന്നു. 6 മാസത്തിനകം പൂർത്തീകരണം ലക്ഷ്യമിട്ടാണ് പ്രവൃത്തി പുരോഗമിക്കുന്നത്. സർക്കാർ അക്രഡിറ്റഡ് ഏജൻസിയായ വാപ്കോസ് നേതൃത്വത്തിലാണ് പ്രവൃത്തി നടക്കുന്നത്. സിൽക്ക് വളപ്പിൽ തുറമുഖ വകുപ്പ് കൈമാറിയ 22 സെന്റിലാണ് പോലീസ് സ്റ്റേഷന് ഇരുനില കെട്ടിടം നിർമ്മിക്കുന്നത്. 2020 ഫെബ്രുവരിയിലാണ് സ്റ്റേഷൻ പ്രവൃത്തി തുടങ്ങിയത്. കോവിഡും ഫണ്ട് അനുവദിക്കുന്നതിലെ കാലതാമസവും കാരണം ഏറെക്കാലം പ്രവൃത്തി നിലച്ചിരുന്നു. പിന്നീട് പുതുക്കി സമർപ്പിച്ച എസ്റ്റിമേറ്റിൽ ഫണ്ട് അനുവദിച്ചതോടെ കഴിഞ്ഞ ജൂണിലാണ് പണി പുനരാരംഭിച്ചത്. ബേപ്പൂരിനൊപ്പം അനുമതി ലഭിക്കുകയും നിർമ്മാണം നിലക്കുകയും ചെയ്ത വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിനുമായി 6.52 കോടി രൂപയുടെ പ്രവൃത്തിക്കാണ് ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഭരണാനുമതി ലഭിച്ചത്. ആധുനിക സൗകര്യത്തോടെ സ്റ്റീൽ സ്ട്രക്ചറിലാണ് പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. പുതിയ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ഇൻസ്പെക്ടർ, SI എന്നിവർക്കും കുറ്റാന്വേഷണ സംഘത്തിനും പ്രത്യേക മുറി, സന്ദർശക മുറി, PRO മുറി, ലോക്കപ്പ്, കമ്പ്യൂട്ടർ മുറി, ശുചിമുറി എന്നിവയാണുള്ളത്. കോൺഫറൻസ് ഹാൾ, വിശ്രമമുറി, വനിതാ സേനാംഗങ്ങൾക്കുള്ള ഡ്രസ്സിംഗ് റൂം, മെസ്സ്, ഊട്ടുപുര തുടങ്ങിയവ 2-ാം നിലയിലാണ്. തുറമുഖ മാസ്റ്റർ പ്ലാനിൽ വിഭാവനം ചെയ്ത വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകാത്ത വിധത്തിലുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിന് അധികാരം നൽകുന്ന നിയമ ഭേദഗതി ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ബാങ്കുകളുടെ പകൽ കൊള്ളയ്ക്കെതിരെ യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ. നഗരവീഥികളെ കൃഷ്ണഗാഥകളിൽ അലിയിച്ച് ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നിശ്ചല ദൃശ്യങ്ങളും. സാങ്കേതിക യുഗത്തിലെ സാഹിത്യം അനുവാചക സമൂഹത്തെ വിസ്തൃതമാക്കുന്നുവെന്ന് കവി PK ഗോപി. ഗ്രന്ഥശാലകളിൽ ഉയർത്തുന്ന പതാകയെയും ദേശീയ പതാകയെ പോലെ തന്നെ നാം ബഹുമാനിക്കണമെന്ന് സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.